അശ്വിനും ദിയ കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരങ്ങളാണ്. ഇരുവരുടെയും വിവാഹം സെപ്റ്റംബറിൽ നടത്താൻ വീട്ടുകാരും നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷെ വിവാഹ തീയതി ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും പരസ്യമാക്കി പക്ഷെ വിവാഹ തീയതി പരസ്യമാക്കാത്തത് എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത്. പ്രണയം പരസ്യമാക്കിയതിന് പിന്നാലെ തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്നു. എന്നാൽ തങ്ങൾ വൈകാതെ ഒരുമിക്കുമെന്ന് പ്രേക്ഷകരോട് താരങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിവാഹത്തെയും വിവാഹത്തിന്റെ ഒരുക്കങ്ങളും പറയുന്നത്. വിവാഹത്തിനു മുമ്പ് ഒരുപാട് യാത്രകൾ ഇരുവരും ഒന്നിച്ച് നടത്തിയിട്ടുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ കല്യാണത്തിന് മുമ്പ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് ദിയ. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടത്തുന്നതെന്നും വളരെ വളരെ സ്വകാര്യമായ ഒരു ചടങ്ങാണ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തതെന്നും ദിയ പറയുന്നു. ഇവരുടെ വിവാഹത്തിന് മാധ്യമ പ്രവർത്തകർ പോലും ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമാണ്. കാരണം അത്രയ്ക്കും സ്വകാര്യമായ ഒരു ചടങ്ങിൽ വെച്ചാണ് വിവാഹം നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മകളുടെ വിവാഹത്തെക്കുറിച്ച് ദിയയുടെ മാതാവ് സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് സിന്ധു സോഷ്യൽ മീഡിയയിലൂടെ മറുപടി നൽകിയത്. ഓസിയുടെ കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്നായിരുന്നു ചിലർ ചോദിച്ച ചോദ്യം. രാത്രിയിൽ അവളെ ഇവിടെ മിസ് ചെയ്യുമെന്നും മാത്രമല്ല രാത്രി എത്താൻ ലേറ്റ് ആയാൽ വഴക്ക് പറയുന്നതും ഒരുപാട് മിസ് ചെയ്യുമെന്നും സിന്ധു പറയുന്നു. സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നില്ലെന്നും എപ്പോഴും മക്കളെല്ലാവരും കുഞ്ഞായിട്ടിരുന്നാൽ മതിയെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടെന്നും സിന്ധു വീഡിയോയിലൂടെ പറയുന്നു. പിന്നെ വിചാരിക്കും മക്കളെല്ലാം കുടുംബമായി ജീവിക്കുന്നതും കാണണ്ടേ, അതും എക്സൈറ്റഡ് ആണെന്ന് സിന്ധു അറിയിച്ചു. മാത്രമല്ല മരുമകനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹീസ് എ സ്വീറ്റ് ബോയ് എന്നായിരുന്നു സിന്ധുവിന്റെ മറുപടി. കൂടുതൽ വാർത്തകൾക്കും എന്റർടൈൻമെന്റ് വാർത്തകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.